ബിറ്റ്കോയിൻ്റെയും എത്തേറിയത്തിൻ്റെയും അടുത്ത മൂവ്മെൻറ്റ് എന്താണ് തുടങ്ങിയ വിശദമായ മാർക്കറ്റ് അപ്ഡേറ്റ് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. വെൽക്കം ക്രിപ്റ്റോ മച്ചാൻ ന്യൂ വീഡിയോ. നമുക്ക് ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞെന്നുള്ള കാര്യം നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എത്തേറിയത്തിൻ്റെ ETF അപ്രൂവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ അതുവരെ ഉണ്ടായിരുന്ന മൊമെൻറ്റം ബ്രേക്ക് ആവുകയും അത് ലൂസ് ആവുകയും പിന്നീട് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് അല്ലെങ്കിൽ ആ മൊമെൻറ്റം വീക്ക് ആകുന്ന രീതിയിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ നിങ്ങൾക്ക് കാണാം ആഫ്റ്റർ ETF അപ്രൂവൽ ഓൾമോസ്റ്റ് അപ്രൂവ് ചെയ്തതിൻ്റെ ഒരു ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റ് ന്യൂസ് വന്നതിന് ശേഷം ഒരു ഹൈപ്പ് മാർക്കറ്റിലോട്ട് വന്നിട്ടില്ല. സോ മാർക്കറ്റ് ഒരു വീക്ക് കാണിക്കുന്ന പോലെ അല്ലേ, അങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത് ഓൾമോസ്റ്റ് ഞാൻ ഇതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പ്രെഡിക്റ്റ് ചെയ്ത കാര്യമാണ്, ഇങ്ങനെ കാണിക്കും. കാര്യം റീറ്റെയിൽ ട്രേഡേഴ്സിനെ ETF ഹൈപ്പ് തീർന്നു അല്ലെങ്കിൽ അത് ഓക്കെ ഇനഫ് അത് ഡണ്ണായി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സോ ഇനി ഫർദർ ഒരു വലിയ മൂവ്മെൻറ്റ് വരുന്നത് അത് ക്രിപ്റ്റോ മാർക്കറ്റിൽ അപ്സൈഡ് തന്നെയായിരിക്കും, ഡൗൺ ട്രെൻഡ് അല്ലായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ നമുക്കപ്പം എന്തായാലും അടുത്തത് അപ്സൈഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. സോ എവിടുന്നൊക്കെ നമുക്കിനി ഒരു സപ്പോർട്ട് സോൺ ഉള്ളത്, എവിടുന്നൊക്കെയാണ് ബൗൺസ് ആവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. എത്തേറിയത്തിൻ്റെ കേസ് വരുവാണെങ്കിൽ എത്തേറിയം 3650 സ്ട്രോങ് സപ്പോർട്ടാണുള്ളത്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതും ഈ ഒരു റേഞ്ചിൽ നിന്നുള്ളൊരു ബൗൺസാണ്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഫ്റ്റർ ETF ആ ഒരു ന്യൂസിന് ശേഷം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കിടന്ന് കളിക്കുന്നത്. 3650 എന്ന് പറയുന്നത് ഇത്തേറിയത്തെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ഡിമാൻഡ് സോൺ ആണ്. സോ ഇവിടുന്ന് താഴെ ഒരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇൻ കേസ് ഇത് ട്രേഡിംഗ് ആണല്ലോ, വോസ്റ്റ് സിനാറിയോയിൽ ഇത് ഒരു ബ്രേക്കും ക്ലോസും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3300 എന്നുള്ള ആ ഒരു സിനാരോ നമ്മൾ സംഭവിക്കും. ആ ഒരു ടാർഗറ്റിൽ നമ്മൾ ചെല്ലാനുള്ള സാധ്യത അപ്പോൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പക്ഷേ ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കാനാണ് സാധ്യത. അതുപോലെ വരും ദിവസങ്ങളിൽ ഫർദർ അപ്സൈഡാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ടാർഗറ്റ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ നമുക്കിനി അടുത്ത് ബിറ്റ്കോയിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ബിറ്റ്കോയിനും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആഫ്റ്റർ ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു മൊമെൻറ്റം, അതുവരെ തന്നിരുന്ന മൊമെൻറ്റം ലൂസ് ആവുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 66,500 ആണ്. ആ ഒരു 66,500 റേഞ്ചിൽ കടന്ന് ബിറ്റ്കോയിൻ കളിച്ച് ഫർദർ അപ്സൈഡ് തരും എന്നുള്ളതാണ് നമ്മളുടെ ബിറ്റ്കോയിൻ്റെ അപ്ഡേറ്റ്. പക്ഷേ 66,500 കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് വരുന്നത് 65 ഇൻ കേസ് ഇത് ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല, നമ്മൾ 66,500 മുകളിൽ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് റിസ്ക് കുറവാണ് ഡൗൺ സൈഡിനുള്ളത്. ഫർദർ അപ്സൈഡ് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. പക്ഷേ 66,500 താഴെ ഒരു ബ്രേക്കിംഗ് ക്ലോസും കിട്ടിക്കഴിഞ്ഞാൽ 65,000 നമുക്ക് ഫർദർ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ബിറ്റ്കോയിനിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ടാർഗറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 69, 71, 500, 73 റേഞ്ചുകളാണ്. ഓക്കെ, അതാണ് ബിറ്റ്കോയിൻ്റെയും എത്തേറിയത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ലോങ് ടൈമിലോട്ട് സ്പോട്ടിലോട്ട് ബിറ്റ്കോയിനും എത്തേറിയവും വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്തേറിയം വാങ്ങിക്കാം. സ്പോട്ട് ഓർഡറാണ് ഞാൻ പറയുന്നത്. എത്തേറിയത്തിന് $10,000 ആണെന്നുള്ളത് 2800 റേഞ്ച് ഉള്ളപ്പോൾ മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ എത്തേറിയം വാങ്ങിക്കുക. സ്റ്റിൽ ഞാൻ പറയുന്നു വാങ്ങിച്ചോളാൻ. അതുപോലെ ബിറ്റ്കോയിനും ലോങ് ടൈമിലോട്ട് 80,000 എന്നൊക്കെ പറയുന്നത് ഈ ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടിങ്ങിന് മുമ്പ് തന്നെ 80K അടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോ എത്തേറിയവും ബിറ്റ്കോയിനും അക്കുമുലേറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ നോക്കുന്ന അൾട്ട് കോയിനുകളുടെ ലിസ്റ്റ് ഞാൻ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. എൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ, മാർക്കറ്റ് അപ്ഡേറ്റ് തിരിയുമ്പോഴോ എന്തെങ്കിലും ക്രാഷോ കാര്യങ്ങളോ ഒക്കെ വരുന്നതിന് മുമ്പേ ഓരോ മണിക്കൂറിൽ ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ഇടാറുണ്ട്. സോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതാണ് ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ അൾട്ട് കോയിനെ സംബന്ധിച്ച് അൾട്ട് കോയിൻ ഈ ഒരു നമ്മുടെ ബിറ്റ്കോയിൻ്റെ ഒരു മെഗാ ബുൾ റൺ തുടങ്ങുന്നതിന് മുമ്പ് വരെ അൾട്ട് കോയിനും നല്ല രീതിയിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് തരും. പക്ഷേ ആഫ്റ്റർ ബുൾ റൺ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഈ ഒരു 73, 74 ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പതിയെ നിങ്ങൾ അൾട്ട് കോയിനിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെടുത്തിട്ട് കൂടുതൽ ബിറ്റ്കോയിനും എത്തേറിയവും അക്കുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം വൺസ് ഇതൊന്ന് ഹൈപ്പ് സ്റ്റാർട്ട് ചെയ്താൽ ഫണ്ട് മൊത്തം ബിറ്റ്കോയിനിലോട്ട് പോകും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ഇപ്പോൾ വാങ്ങിക്കേണ്ടതല്ല, വരും ദിവസങ്ങളിൽ അൾട്ട് മാർക്കറ്റും നല്ല രീതിയിൽ അപ്സൈഡ് തരും. പക്ഷേ വൺസ് ഈ ഒരു 73, 74 ബിറ്റ്കോയിനിൽ ബ്രേക്ക് സംഭവിച്ച് ബിറ്റ്കോയിൻ ഒരു ബുൾ മാർക്കറ്റിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ അതിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് ആ ഒരു സമയത്ത് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ഇടാം. സോ മാർക്കറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. വൺസ് അഗൈൻ മിസ്റ്റർ ക്രിപ്റ്റോ മച്ചാൻ, ബൈ.